2025 കുറച്ച് മോശമുള്ള വർഷമായിരുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാതെ, കഴിഞ്ഞു പോയ വിഷമങ്ങളും കാര്യങ്ങളും ആലോചിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക. കുറെ കൂടെ നിൽക്കുന്ന ഉള്ള കുറെ ആൾക്കാര് കൈയൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ ഇനിയെങ്കിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നോക്കി നിക്കണം എന്നുള്ളൊരു 26 പ്ലാനിങ് വെച്ചാല് പെട്ടെന്ന് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെ പറയാം. കുറച്ച് അധികമാണ്, കുറച്ച് മാറ്റം. 2025 ഓവർ തിങ്ക് എനിക്ക് ഒരുപാടുണ്ട്, അത് കളയണമെന്നുണ്ട്. തുടങ്ങാൻ കരുതിയത് വർക്കൗട്ട് ആയിരുന്നു. ജിമ്മിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ പോകാൻ പറ്റില്ല. അപ്പൊ അടുത്ത വർഷം തൊട്ടെങ്കിലും അത് നിന്നുപോയി. അത് ഇത്തവണ ഒന്നുകൂടി തുടങ്ങാൻ. ഞാൻ കുറച്ച് ലേസി ആയിരുന്നു, അപ്പൊ അത് മാറ്റിയിട്ട് കുറച്ചും കൂടി എന്താ പറയാ, കുറച്ച് ബോൾഡായിട്ട് എല്ലാം റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. 2025 ഭയങ്കര ദേഷ്യമൊക്കെ പെടുന്നുണ്ടായിരുന്നു. ഓവറായിട്ടുള്ള ദേഷ്യം കളയണമെന്ന് ആഗ്രഹം. 2026 ആ ദേഷ്യപ്പെടണമൊക്കെ മാറ്റിയിട്ട് ഒരു നല്ല സ്വഭാവം ആക്കണം എന്നൊരു ചിന്ത ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും കാണുമ്പോഴേക്കും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മക്തൂബ് റിസ്ക് മൗത്ത് ഹയാത്ത് എന്തല്ലേ ഒക്കെ പഠിച്ചെടുത്തുള്ള കാര്യമല്ലേ. ഇൻഷാ നമ്മൾ ശ്രമിക്കുക. ബാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളായിട്ട് മാറ്റി വെക്കുക, ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് മുന്നോട്ട് പോവുക. ഹാപ്പി ന്യൂ ഇയർ. 2025 നമ്മൾ നിർത്താൻ കരുതിയ കുറെ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ 2026 പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ കരുതിയ കാര്യങ്ങളുണ്ടാവും. തുടങ്ങാൻ കരുതിയത് വർക്കൗട്ട് ആയിരുന്നു, അത് നിന്നുപോയി. അത് ഇത്തവണ ഒന്നുകൂടി പുതിയതായിട്ട് തുടങ്ങാം. പ്രത്യേകിച്ചൊന്നുമില്ല, സ്ഥിരമൊന്നും ഇല്ലാത്തതുകൊണ്ട് 2026 തുടങ്ങാൻ കരുതിയ കാര്യം സേവിങ്സ് വേണം. എങ്ങനെ സേവിങ്സ് വേണം. ഓക്കെ, സേവിങ്സും പുതിയ പ്ലാനിങ്ങും നമ്മളെ പുതിയ ഒരു വർക്കും കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുക. തുടങ്ങാൻ എന്താ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് വെച്ചാൽ സ്വന്തം കാര്യം നോക്കി നടക്കണമെന്നുണ്ട്. ഒന്നാമത് മറ്റുള്ളവരുടെ കാര്യം നോക്കി നടക്കാനുണ്ടാകുന്നുണ്ട്. ഉപേക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതോ നമ്മളെ ലൈഫിൽ എന്താ വെച്ചാൽ നമുക്ക് ഒരാളെ ലൈഫിലേക്ക് കൊണ്ടുവരിക. പിന്നെ എന്താ വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാതെ, കഴിഞ്ഞു പോയ വിഷമങ്ങളും കാര്യങ്ങളും ആലോചിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്കെല്ലാം ഒരു മോട്ടിവേഷൻ ആവുക. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നടന്നു പോയാൽ മതി. പുതുതായിട്ട് ഒന്നും കരുതിയിട്ടില്ല. അല്ല, പുതുതായിട്ട് പറഞ്ഞാൽ നമ്മള് കച്ചവടവും, അതായത് നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം എന്നല്ലാതെ വേറെ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. 2025 നമ്മൾ നിർത്താൻ കരുതിയ കാര്യങ്ങളുണ്ടാവും. ന്യൂ ഇയർ ആണല്ലോ വരുന്നത്. അപ്പോൾ കുറെ നമ്മൾ മനസ്സിലൊക്കെ ഉണ്ടാവും കുറെ കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തൊക്കെയല്ലേ എന്ന് പറയാൻ പറ്റും. 2025 ഭയങ്കര ദേഷ്യമൊക്കെ പെടുന്നുണ്ടായിരുന്നു. 2026 ആ ദേഷ്യപ്പെടണമൊക്കെ മാറ്റിയിട്ട് ഒരു നല്ല സ്വഭാവം ആക്കണം എന്നൊരു ചിന്ത ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും കാണുമ്പോഴേക്കും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആരോടെ കൂടുതൽ ദേഷ്യപ്പെട്ടീനെ? കൂടുതൽ അടുപ്പുള്ളവരോടാ കൂടുതൽ ദേഷ്യപ്പെടുക. വൈഫിനോട്? എല്ലാവരോടാണ് കൂടുതൽ ദേഷ്യപ്പെടുക. വൈഫിനോട് വേണമെങ്കിൽ ഒരു സോറി വേണ്ട. പുതുതായിട്ട് എടുത്ത തീരുമാനം എന്താണ്? പുതിയ തീരുമാനം നമ്മളൊക്കെ നല്ലൊരു നമ്മളൊരു ബിസിനസ്സാണ്, ലാബാണ്, മെഡിക്കൽ ലാബാണ് ചാലപ്പുറത്ത്. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു വലിയൊരു ബ്രാഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. 2025 കുറച്ച് മോശമുള്ള വർഷമായിരുന്നു, പക്ഷെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പൊ 2026 പോകുമ്പോൾ ഇനിയും മുന്നോട്ടുള്ള, ഞാനും ഒരു ലാബ് ടെക്നീഷ്യനാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരു വലിയ ബിൽഡിങ്ങിൽ ഒരു വലിയ ലാബ് എടുക്കണമെന്നുണ്ട്. അത് 2026 തുടക്കാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പം ചെയ്യുന്ന ബിസിനസ് ഒന്നും കൂടി പുരോഗമിക്കാൻ നോക്കുക എന്നല്ലാതെ പിന്നെ എന്താ പറഞ്ഞാൽ നഷ്ടം വരുന്ന സംഗതികൾ നമ്മൾ എന്ത് ചെയ്യുക, അത് നിർത്തി വെക്കുക എന്നുള്ളതാണ് നമ്മളെ. അതായത് 2025 നമുക്ക് എന്തെല്ലാം നഷ്ടം അതേ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവല്ലോ. നമുക്ക് നഷ്ടം വരുന്നെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് നിർത്തി വെക്കുക. കാരണം എന്താ വെച്ചാൽ പിന്നെ നഷ്ടത്തിലേക്ക് പോകാൻ പാടില്ലല്ലോ. പിന്നെ നമുക്ക് ചെറിയ ലാഭം വരുന്ന സംഗതി ഉണ്ടെങ്കിൽ അതൊന്നും കൂടി മെച്ചപ്പെടുത്തി കൊടുക്കുക. പറയാന്ന് വെച്ചാല് എന്താ പറയാ, കുറെ കൂടെ നിൽക്കുന്ന ഉള്ള കുറെ ആൾക്കാര് കൈയൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ ഇനിയെങ്കിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നോക്കി നിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല. ഈഗോ കുറയ്ക്കണോ? പഠിച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടണം. ഇനി അങ്ങോട്ട് നല്ലതായിട്ട് പഠിക്കണം, അത് ഒരു തുടക്കാണ്. നിർത്താൻ വേണ്ടിട്ട് മദ്യപാനമൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ തുടങ്ങാൻ വേണ്ടിട്ടോ, അതായത് പുതിയൊരു തീരുമാനം എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ബിസിനസ് കാര്യം തുടങ്ങണം. ഡിസിഷൻ ഒന്നും എടുത്തവരെ എടുത്തിട്ടില്ല. ഇപ്പൊ എടുക്കാൻ സമയമാവോന്ന് അറിയില്ല. പെട്ടെന്ന് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെ പറയാം. നല്ല എന്തേലൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ തുറന്നു നോക്കണ്ടേ. അതായത് പുതിയത് തുടങ്ങാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഞാൻ അതെല്ലാം ഇവിടുന്ന് പോകും ഓൾറെഡി. പിന്നെ അവിടെ പോയിട്ട് തുടങ്ങാനുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അത് അവിടെ എത്തിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ആഗ്രഹങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ തീരൂലല്ലോ. പുതുതായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയല്ലേ വേണ്ടത്.
അതായത് നമുക്ക് സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അപ്പം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അതല്ലേ അത് നമുക്ക് എന്തെങ്കിലും 5 വക്ത് നമുക്ക് നിർബന്ധമുള്ള കാര്യമല്ലേ. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്ത് മാറ്റമുള്ളത് അല്ലേ. മക്തൂബ് റിസ്ക് മൗത്ത് ഹയാത്ത് എന്തല്ലേ ഒക്കെ പഠിച്ചെടുത്തുള്ള കാര്യമല്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രമിക്കുക. ബാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളായിട്ട് മാറ്റി വെക്കുക. ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് മുന്നോട്ട് പോവുക. ആരും കൊണ്ട് പറയിപ്പിച്ചാത്ത രീതിയിൽ നല്ലൊരു രീതിയിൽ. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ഉദ്ദേശം. 2025 ഓവർ തിങ്ക് എനിക്ക് ഒരുപാടുണ്ട്, അത് കളയണമെന്നുണ്ട്. 2026 ആഗ്രഹം പറയാനാണോ? എനിക്ക് പ്ലാനിങ് എനിക്ക് എന്താന്ന് വെച്ചാല് ജോബ് വാങ്ങണം, പിന്നെ വീട്ടുകാരെ സേഫ് ആക്കണം. 26 സെയിം ജോബ് വേണം ആഗ്രഹം. എനിക്ക് ഈ വർഷം തൊട്ട് ജിമ്മിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ പോകാൻ പറ്റില്ല. അപ്പൊ അടുത്ത വർഷം തൊട്ടെങ്കിലും സെറ്റ് ആക്കണം. നിർത്താൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച്. ഇല്ല, ഞാൻ നല്ല കുട്ടിയാണ്. ഞാൻ കുറച്ച് ലേസി ആയിരുന്നു, അപ്പൊ അത് മാറ്റിയിട്ട് കുറച്ചും കൂടി എന്താ പറയാ കുറച്ച് ബോൾഡായിട്ട് എല്ലാം റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോഴൊരു എന്താ പറയാ കുട്ടിത്തുള്ള പോലെ എനിക്ക് ഇപ്പോഴുള്ളത്. അപ്പൊ കുറച്ചുകൂടി മാറിയിട്ടൊന്ന് ബോൾഡ് ആവണം വേണം അല്ല, കുറച്ച് എന്റെ കുറച്ച് അധികമാണ്, കുറച്ച് മാറ്റണം, കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കും. ഹാപ്പി ന്യൂ ഇയർ. 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 Thank you.